കൊച്ചുകുട്ടി ഇതാ ചെണ്ടയുമായ ഒരു കൊച്ചുകുട്ടി ഇതാ പാറമേക്കാവിന്റെ ഇത് അത്യാധുനിക കുടകളിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ചെണ്ട കൊട്ടുന്ന കുട്ടിയെ ഏർപ്പെടുത്തിയ മുന്നിൽ പാറമേക്കാവ് അമ്മയുടെ മുന്നിൽ കൊട്ടിപ്പാടുന്നു. ഈ കുട്ടി നമ്മൾ ഓരോരുത്തരുമാണ്. ഈ കുട്ടി ഓരോ മനുഷ്യനുമാണ്. പാറമേക്കാവ് അമ്മയുടെ തട്ടകത്തിലെ ഓരോ ഭക്തനും അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് ഈ പാറമേക്കാവ് അമ്മയ്ക്ക് മുന്നിൽ സമർപ്പിക്കുമ്പോൾ ഈ ചലനമുള്ള കുടകൾ എന്നത് ഇത്തവണത്തെ പുതുമയായി മാറുന്നു. പശ്ചാത്തലത്തിൽ ഇത് കണ്ടതുകൊണ്ട് പറയാതെ ഇന്ന് രാത്രി നാളെ ഉച്ചയ്ക്ക് പാറമേക്കാവിന് മുന്നിൽ 2 മേളങ്ങൾ നടക്കാനിരിക്കുന്നു. ഈ കൊട്ടിന്റെ പൂർണ്ണത അവിടെ കാണാം. തീവെട്ടികളുടെ പ്രകാശങ്ങൾക്ക് നടുവിലാണ് രാത്രി മേളമെങ്കിൽ നട്ടുച്ചയ്ക്ക് സൂര്യപ്രകാശത്തിന് നടുവിലാണ് നാളെ രാവിലത്തെ മേളം. അത് രണ്ടും ഒന്നിനൊന്ന് മികച്ചത്. ഒന്നും കളയാനില്ലാത്ത 2 മേളങ്ങൾ പാറമേക്കാവിന് മുന്നിലുണ്ട്. പാറമേക്കാവ് അതുകൂടിയാണ് ഓർമ്മിപ്പിക്കുന്നത്. കടന്നു വരൂ, ഞങ്ങൾ നിങ്ങൾക്ക് കരുതി വച്ചിട്ടുണ്ട് എണ്ണമറ്റ സമ്മാനങ്ങൾ, എണ്ണമറ്റ മേളങ്ങൾ. ഈ ഉടലിലേക്ക് ഈ കൊട്ടപ്പാടെ പകർത്തിയെടുത്തു. നിങ്ങളുടെ വിരലുകൾ വീണ്ടും ആകാശത്ത് താളം പിടിക്കട്ടെ. പാറമേക്കാവ് കുടമാറ്റത്തിൽ അത് ഓർമ്മിപ്പിക്കുന്നു. പാറമേക്കാവ് അമ്പലത്തിന്റെ തന്നെ ചെറിയ രൂപം കാണിച്ചുകൊണ്ട് പാറമേക്കാവ് എല്ലാവരോടും പറയുന്നു, മനുഷ്യൻ അത് ഉടലിലേക്ക് ആവാഹിച്ചു കഴിഞ്ഞു. പാറമേക്കാവിന്റെ ഈ ചലിക്കുന്ന കുടയ്ക്ക് എന്താണ് തിരുവമ്പാടി മറുപടി പറയുക എന്ന് കൗതുകത്തോടെ ആകാംക്ഷയോടെ എല്ലാവരും ഉറ്റുനോക്കിയാണ്. കാരണം ചലിക്കുന്ന കുട ആദ്യം അവതരിപ്പിക്കണം ഇതാ ദേവിയാണ്. വീണ്ടും അതിനുള്ള മറുപടി ചലിക്കുന്ന കുടയ്ക്ക്. പക്ഷേ മറ്റൊരു കാഴ്ചാനുഭവം പങ്കുവെച്ചുകൊണ്ടാണ് തിരുവമ്പാടിയുടെ മറുപടി. കുറച്ചുകൂടി അടുത്തേക്ക് ഇതാ ദേവി രുദ്രരൂപിണി ഭദ്രകാളി രൗദ്രഭാഹ. പ്രതീക്ഷിച്ചതുപോലെ തന്നെ സുന്ദരം അതിമനോഹരമായ കാഴ്ച. അങ്ങനെ ഭദ്ര തിളങ്ങി നിൽക്കുകയാണ്. ദേവീ സങ്കല്പത്തിന്റെ ഏറ്റവും രൗദ്രമായ ഭാവത്തിൽ നമ്മൾ ദേവിയെ കാണുകയാണ്. പക്ഷേ ഈ രൗദ്രഭാവം തിന്മകൾക്കെതിരെയുള്ളതാണ്, നന്മകളെ ചേർത്ത് പിടിക്കാനാണ്. നന്മയെ പേറുന്നവന് മനസ്സിൽ ശുദ്ധി പേറുന്നത്, പരിശുദ്ധിയെ പേറുന്നവന് കൂടെയുണ്ടമ്മ, കൂടെയുണ്ട് മഹേശ്വരി, കൂടെയുണ്ട് ദുർഗ, കൂടെയുണ്ട് ഭദ്ര എന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ രൗദ്രഭാവം. മനസ്സിലെ പാപങ്ങൾക്കെതിരെയുള്ള നിമിഷങ്ങളിലെല്ലാം പാപങ്ങൾക്കെതിരെയുള്ള പോരാട്ടമാണ്. അത് നമ്മളോട് തന്നെയുള്ള പോരാട്ടമാണ്. നമ്മുടെ സ്വാർത്ഥതയിലേക്കും നമ്മുടെ മനസ്സിലെ തിന്മയിലേക്കുമുള്ള പോരാട്ടമാണ്. ദേവി നമ്മളോട് സൂചിപ്പിക്കുന്നത്, നീ നിന്നോട് തന്നെയാണ് പൊരുതേണ്ടത്. നീ നിന്നോട് തന്നെ പൊരുതിയാണ് ജയിക്കേണ്ടത്. നീ എന്ന ഭാവത്തെ പൊരുതിയാണ് ജയിക്കേണ്ടത്. നീ എന്ന വഴിയാണ് കണ്ടെത്തേണ്ടത്. അതിനുള്ള കാരണമാണ് ദേവി, അതിനുള്ള ചലനമാണ് ദേവി, അതിനുള്ള പ്രാണനാണ് ദേവി എന്ന് നമ്മളോട് പറയണം. അതിമനോഹരമായ കാഴ്ച.